ഗോവയിലെയും മിസോറാമിലെയും ഗവർണർ ദൗത്യം പൂർത്തിയാക്കി അഡ്വക്കേറ്റ് പി.എസ്. ശ്രീധരൻപിള്ള നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് കോഴിക്കോട്ട് തിരിച്ചെത്തുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയതിൻ്റെ ഒരു മാനസികാവസ്ഥയിലാണോ ഇപ്പോൾ ഉള്ളത്? ആ ഗൃഹാതുരത്വം എല്ലാ മലയാളികൾക്കും ഉള്ളതാണ്. പക്ഷെ ഞാൻ അവിടെ ഗവർണർമാരിയ്ക്കുമ്പോഴും അവിടെ രാജ്ഭവനുകളിൽ ഒതുങ്ങിക്കഴിഞ്ഞ ആളല്ല, ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. ഈ വരുന്ന സമയത്ത് 5, 6, 7 പരിപാടിയൊക്കെ അങ്ങ് പങ്കെടുക്കും. അതുകൊണ്ട് എൻ്റെ സാന്നിധ്യമില്ലായ്മ ഒരിക്കലും ആർക്കും തോന്നിയിട്ടുണ്ടാവില്ല. ഈ ഗവർണർ പദവിയിലിരിക്കുമ്പോൾ പൊതുവേ ഗവർണർ പദവിയിലല്ല, ശ്രീധരൻപിള്ള സാർ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോഴും ഏത് പദവിയിലിരുന്നാലും ഒരു നല്ല സമവായത്തിൻ്റെ പാത സ്വീകരിക്കുക, എല്ലാവരോടും സൗഹൃദപരമായി പെരുമാറുക എന്നുള്ളതാണ്. പക്ഷേ BJP ഗവർണർമാരെ കുറിച്ച് പറയാറുള്ളത്, BJP ഗവർണർമാർ ആ സംസ്ഥാന സർക്കാരുമായിട്ട് കുറച്ചൊരു പ്രശ്നത്തിൽ പോവുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു നിർദ്ദേശമുണ്ടോ? അത് BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളിലെങ്കിലും അങ്ങനെ ഒരു നിർദ്ദേശം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നോ BJP പാർട്ടിയുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടോ? അല്ല, ഗവർണർമാർ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡാണ്. അവരുടെ കാര്യത്തിൽ ദൈനംദിന പോളിസി കാര്യങ്ങളിൽ കേന്ദ്രം ഇടപെടാറില്ല, രാഷ്ട്രപതി ഭവനും ഇടപെടാറില്ല. പിന്നെ അവർ അതിർ ലംഘിച്ച് പോയി എന്ന് തോന്നൽ ഉണ്ടായ അപൂർവ സന്ദർഭങ്ങളിൽ ചിലപ്പം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടായേക്കാം. പക്ഷേ ഒരിക്കലും മറ്റേ ഒരു സിസ്റ്റമേ ഇല്ല. കാരണം ഗവർണർമാർ ഇടപെട്ട് മന്ത്രിസഭകളെ പിരിച്ചുവിട്ട അനുഭവം നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ കീഴിൽ വളരെ വിരളമാണ്. മണിപ്പൂരിലെ അടുത്ത കാലത്ത് വന്നു. അങ്ങനെ ചിലത് ഒഴിച്ചാൽ രാഷ്ട്രീയമായ കാരണങ്ങളാൽ പിരിച്ചുവിട്ട ഒരു സന്ദർഭവുമില്ല. കാരണം എതിർ രാഷ്ട്രീയ പാർട്ടിയിലാണ്, ഭരിക്കുന്ന ഭരണകക്ഷിയുടെ എതിർഭാഗത്ത് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് അവരെ പിരിച്ചുവിടണമെന്നും പറഞ്ഞുകൊണ്ട് ഈ അടുത്ത കാലത്തൊന്നും, ഞാൻ 2014 പറയുന്നത്. ഗോവയിൽ BJP ഭരണമാണ്. BJP ഭരിക്കാത്ത ഇപ്പോൾ കേരളത്തിൽ, തമിഴ്നാട്ടിൽ ഒക്കെ BJPക്ക് ഭരണപരമായി ഇടപെടാൻ സാധ്യത കുറവാണ്. അവിടെ രാജ്ഭവൻ വഴി ഒരു ഭരണം നടത്തിക്കളയാം, സമാന്തര ഭരണം നടത്താം എന്ന് BJP നിർദ്ദേശിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഘട്ടത്തിൽ? ഒരിക്കലും അതുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ കേന്ദ്ര ഭരണ സംവിധാനത്തിൽ പോയി കാണേണ്ടി വരുമ്പോൾ പ്രധാനമന്ത്രിയോട് അങ്ങനൊരു പരാതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരവസരത്തിലും ഉന്നയിച്ചിട്ടില്ല. ഉന്നയിക്കാത്ത സ്ഥിതിക്ക് നമ്മൾ സാങ്കല്പികമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളെല്ലാം നടക്കുന്നത്. അപ്പം അത് വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. താങ്കൾ ഇപ്പോൾ മിസോറാമിലിരിക്കുമ്പോഴാണെങ്കിലും ഗോവയിലിരിക്കുമ്പോഴാണെങ്കിലും മുഖ്യമന്ത്രിയെയോ ചീഫ് സെക്രട്ടറിയോ ഒക്കെ ഒന്ന് വിളിച്ചു വരുത്തി ഈ ബില്ലിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നിയമത്തിൻ്റെ കാര്യത്തിൽ ഒരു താങ്കളുടെ ആശങ്ക പങ്കുവെക്കേണ്ടി വരികയോ അവരുമായിട്ടൊരു ക്ലാഷ് വരികയോ ചെയ്തിട്ടുണ്ടോ? ക്ലാഷ് ഉണ്ടായിട്ടില്ല. പല ബില്ലുകളും പല പ്രപ്പോസൽസും വരുമ്പം അതിൽ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയാറുണ്ട്. അങ്ങനെ പറയാറുള്ളത് അവരെ രാജ്ഭവനിലേക്ക് നമുക്കൊരു ചായ കുടിക്കാനൊക്കെ പറഞ്ഞ് വിളിക്കും, സ്നേഹത്തോടു കൂടി അവരോട് പെരുമാറും. അപ്പോൾ അതിൽ അവരോട് എൻ്റെ കാഴ്ചപ്പാട് അവരോട് വിശദീകരിക്കും. അങ്ങനെ സോൾവ് ചെയ്യാറാണുള്ളത്. സംഘർഷ അന്തരീക്ഷം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ സമവായത്തിൻ്റെ പാത BJPയുടെ മറ്റ് ഗവർണർമാർ, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ആർലേക്കർ, നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ, തമിഴ്നാട്ടിൽ RL രവി തുടങ്ങിയ ആളുകൾക്കൊക്കെ വലിയ തോതിൽ വിമർശനം ഉണ്ടാകുന്നുണ്ട്. അവർ ഒരു രാജ്ഭവൻ വഴി ഒരു സമാന്തര ഭരണം ഉണ്ടാക്കുന്നു എന്നുള്ളത്. അങ്ങനെ ഒരു പരാതി കേൾക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ആ പരാതി അടിസ്ഥാനമില്ലാത്തതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പം കേരളത്തിൽ ഭരണഘടന രൂപം കൊണ്ട അവസരത്തിലും അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയിലുമെല്ലാം ഗവർണർ പോസ്റ്റ് വേണ്ട, അനാവശ്യമാണ്, അതിനെ അംഗീകരിച്ചു കൂടാ എന്ന നിലപാടെടുത്ത ഒരു പാർട്ടിയാണ്. അല്ലെ, അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട 2 പാർട്ടികൾ ചേർന്നാണ് കേരളത്തിൽ ഭരണം നടത്തുന്നത്. ഞാൻ അവർ ബഹിഷ്കരിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് ഞാൻ പറയുന്നില്ല. ഔപചാരികമായി ബഹിഷ്കരിക്കാൻ ആഹ്വാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നൽകിയിട്ടില്ല. പക്ഷേ ഭരണഘടന നിലവിൽ വന്ന് 2 കൊല്ലക്കാലത്തോളം ഈ ഭരണഘടന ജനവിരുദ്ധമാണ്, ജനങ്ങളുടെ ഭരണഘടനയല്ല, ഇതിനെ അംഗീകരിക്കാൻ നിർവാഹമില്ല എന്ന നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വേണം ഇതിനെ നമ്മൾ കാണേണ്ടത്. അപ്പോൾ അതുകൊണ്ട് കേന്ദ്രത്തിൽ നിന്നുള്ള കേന്ദ്രവിരുദ്ധ സമരം എന്നും മുഖമുദ്രയായിരുന്നു. ഈ അടുത്ത കാലത്ത് അതില്ലാതായത്. കേന്ദ്രവിരുദ്ധ സമരത്തിൻ്റെ അടിസ്ഥാനത്തിൽ EMSൻ്റെ കാലം തൊട്ട് കേന്ദ്രത്തോട് സന്ധിയല്ല, ഏറ്റുമുട്ടൽ മൗലിക സ്വഭാവമാക്കിയ, സമീപനമാക്കിയ ഒരു പശ്ചാത്തലമുള്ള പാർട്ടി ആണ് മുഖ്യമായും കേരളത്തിലെ ഇന്ന് ഭരണം നടത്തുന്നത്.
അതുകൊണ്ട് ആ ഗവർണർമാർ അനുഭവിക്കേണ്ടി വരുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കണം കേരളത്തിലെ പലപ്പോഴും എല്ലാം ഈ സമവായത്തിൻ്റെ അന്തരീക്ഷം പാളം തെറ്റിപ്പോകുന്നതെന്ന് ഞാൻ കരുതുന്നു. CPM-ൻ്റെ ഒരു കടുംപിടുത്തമാണ് എല്ലാ കാലത്തുള്ള എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവർ ഭരിക്കുമ്പോഴായാലും ഏതും ഈ വേറെ ചില സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് DMK കോൺഗ്രസ് അല്ല കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളില്ലേ, വേറെ ഇപ്പം പിന്നെ സ്വതന്ത്ര ഒരു സംസ്ഥാന പാർട്ടിയാണ് ഇപ്പം മിസോറാം ഭരിക്കുന്നത്. ഇങ്ങനെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. അതായത് അപ്പോൾ അവിടെ എവിടെയെങ്കിലും സംഘർഷമില്ലല്ലോ. BJP നിശ്ചയിക്കുന്ന ഗവർണർമാരോട് ഇതര പാർട്ടികളിൽ ഭരണമുള്ള സംസ്ഥാനങ്ങൾക്ക് ഒരു പ്രത്യേക മുൻവിധിയോടുകൂടിയുള്ള സമീപനമാണെന്നാണ് പറയുന്നത്. ഒരിക്കലുമില്ല, അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഉണ്ടായെന്ന് ആധികാരികമായി ആർക്കും പറയാൻ സാധിക്കില്ല. അങ്ങനെ ആക്ഷേപം ഉണ്ടെങ്കിൽ ആ ആക്ഷേപം പ്രതിപക്ഷ പാർട്ടികൾ രാഷ്ട്രപതിയുടെ മുമ്പാകെയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ മുമ്പാകെയോ വസ്തുതാപരമായി എണ്ണി പറഞ്ഞ് ഉന്നയിക്കേണ്ടതല്ലേ? തിരിച്ചാ ചോദിച്ചത് ഗവർണർമാർക്ക് സർക്കാരിനോടല്ല, ഈ സർക്കാരുകൾ ഇപ്പോൾ കേരളത്തിൽ CPM സർക്കാർ, തമിഴ്നാട്ടിൽ DMK സർക്കാർ, ഈ സർക്കാരുകൾ BJP നിശ്ചയിക്കുന്ന ഗവർണർമാരോട് അങ്ങോട്ടൊരു പെരുമാറ്റത്തിൽ അത് BJPയുടെ ഗവർണർമാരാണ് എന്ന മട്ടിൽ മുൻവിധിയോടുകൂടി പെരുമാറുന്നുണ്ട്. അതെനിക്ക് എൻ്റെ അനുഭവത്തിലില്ല. മറ്റു ഗവർണർമാർ നമ്മൾ ചോദിക്കുന്നത് ശരിയല്ലല്ലോ. അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരോട് ചോദിച്ചാൽ. ഈ ഒരു ക്ലാഷിൻ്റെ കാരണം യഥാർത്ഥത്തിൽ മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുന്നത്. അങ്ങോട്ടാണോ പ്രശ്നം ഇങ്ങോട്ടാണോ പ്രശ്നം എന്നുള്ള പ്രശ്നമുണ്ടല്ലോ. ഈ ക്ലാഷ് ഉണ്ടായത് ആര് പറഞ്ഞു? തമിഴ്നാട്ടിൽ സുപ്രീം കോടതി ഇടപെടുന്ന സാഹചര്യം അല്ല, അതുണ്ടാകാം. അത് എന്തിൻ്റെ പേരിലാണ്? വിദ്യാഭ്യാസ മേഖലയോട് ബന്ധപ്പെട്ടാണ് കേരളത്തിലെ പ്രധാന യൂണിവേഴ്സിറ്റി. അപ്പോൾ യൂണിവേഴ്സിറ്റി നിയമത്തിൽ ഗവർണർ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറെ ഒരു കേസിൽ എതിരാളിയാക്കി കേസ് കൊടുക്കാൻ സാധിക്കും. പക്ഷേ ഗവർണർക്കെതിരായിട്ട് കേസ് കൊടുക്കാൻ നിയമമില്ല. അതെല്ലാം ഓട്ടോണമസ് ബോഡികളാണ്, മിക്കതും ഓട്ടോണമസ് ബോഡികളാണ്. അപ്പോൾ ഓട്ടോണമസ് ബോഡികൾ അതാത് നിലവിലുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഗവൺമെൻറ് ഇൻസ്ട്രക്ഷൻ പ്രകാരമല്ല. പക്ഷേ അത് പോരാ, ഗവൺമെൻറ് അങ്ങനെ മേൽക്കൈ വേണമെന്നുള്ളത് കൊണ്ടാണ് വൈസ് ചാൻസലർമാരെയും അതുപോലെ ചാൻസലർമാരെയും ഒക്കെ, വൈസ് ചാൻസലർമാരെ പോലെ ചാൻസലർമാരെയും ഒക്കെ ഗവൺമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നിയമിക്കാനുള്ള ശ്രമമുണ്ടായത്. അതേ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത്. രണ്ട്, ഈ ഓട്ടോണമസ് ബോഡികളുടെ വിദ്യാഭ്യാസ മേഖല സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിന് കൂച്ചുവിലങ്ങിടാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്ന എത്രയോ ആരോപണങ്ങൾ, അത് BJP മാത്രമല്ല എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട്. സംഭവങ്ങൾ ഒരുപാട് വ്യവഹാരങ്ങൾക്കിടയാക്കിയിട്ടുമുണ്ട്. ഒരു പുതിയ സ്വഭാവം, പുതിയ രീതിയല്ല കേരളത്തിൽ. ആ രീതി തെറ്റാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.